ഞാൻ ബിച്ചു അനീഷ്. ഇത്തവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് അവർ സെലിബ്രിറ്റി ഫാഷൻ ഫോട്ടോഗ്രാഫർ ഈക്കൂച്ച് രഘുചേട്ടൻ. ഒരു ബോണസും ഉണ്ട് കേട്ടോ. ഇത് ഞാനും രഘുചേട്ടനും തമ്മിലുള്ള സെക്കൻഡ് ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രഘുചേട്ടനേക്കാൾ കൂടുതൽ രഘുചേട്ടൻ എന്ന ആളെപ്പറ്റി ഞാനൊരു 2 വാക്ക് സംസാരിക്കുകയാണ്. രഘുചേട്ടൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇറ്റ്സ് എ ഹബ് ഓഫ് സർപ്രൈസസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും രഘുചേട്ടനോട് ചോദിച്ചാൽ ഒന്നുമില്ല, ഒക്കെ സർപ്രൈസസ് ആണെന്ന് പറയും. അങ്ങനെ ഇത്തവണ എനിക്ക് കിട്ടിയൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അയ്യോ അതൊരു ഒന്നൊന്നര സർപ്രൈസായിരുന്നു. രഘുചേട്ടൻ പറഞ്ഞു, ബിച്ചു ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ, ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. വന്നപ്പോൾ എന്തായിരുന്നു ഗസ് ചെയ്യാവോ? മൈ ഗോഡ്, ഇറ്റ് വാസ് എ പെയർ ഫോട്ടോഷൂട്ട് ആൻഡ് ദാറ്റ് ടു വിത്ത് അവർ എന്താ പറയുന്ന അറിവിൻ്റെ മഹാസാഗരം ബിഗ് ബോസ് ഫെയിം ഡോക്ടർ രജിത് കുമാർ. ഓ മൈ ഗോഡ്, എന്നെപ്പോലെ ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം രഘുചേട്ടൻ ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ ബിഗ് പ്ലഷർ വർക്കിംഗ് വിത്ത് ഡോക്ടർ രജിത് കുമാർ, ഞങ്ങളുടെ സ്വന്തം രജിത് ഏട്ടൻ. രഘുചേട്ടനും രജിത്തേട്ടനും ഇവരുടെ പേരുകൾ പോലെ തന്നെ ഇവർക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. 2 പേർക്കും വർക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പാഷൻ. ഇപ്പം രജിത്തേട്ടൻ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അറിവിൻ്റെ ഒരു മഹാസാഗരമാണ്. ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതുപോലെ 2 പേർക്കും എന്തൊരു കമ്മിറ്റ്മെൻറ്റാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഫോട്ടോഷൂട്ടിന് പോലും അവരെടുക്കുന്ന സ്ട്രെയിൻ, ഹാർഡ് വർക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് വന്നപ്പം പലപ്പോഴും എനിക്ക് ശ്രദ്ധ തെറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ദേ ടു വെർ സോ എന്നെയും ട്രെയിൻ ചെയ്യുന്നു. അതുപോലെ അവർ ആ ക്യാരക്ടറിലേക്ക് അവർ ടോട്ടലി അവരെ തന്നെ സമർപ്പിച്ച്, ലൈക്ക് രജിത്തേട്ടനും രഘുചേട്ടൻ തരുന്ന ഇൻസ്ട്രക്ഷൻസ്, അവിടെ ഞാനൊരു ഫോട്ടോഗ്രാഫർ രഘുചേട്ടനല്ല കാണുന്നത്, ആ കഥാപാത്രമാണ്. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇക്കൂച്ച് രഘുചേട്ടൻ ഒരു ഡയറക്ടർ ആവാനുള്ള എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ട്. ഹോപ്പ്ഫുള്ളി വി ക്യാൻ സീ എ ഫിലിം ഡയറക്ടർ രഘുചേട്ടൻ സൂൺ. ഇനി എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ പറയട്ടെ. ഒരു ഫോട്ടോഷൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്കൊരു വലിയ ടീം തന്നെ വേണം. എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത്, എൻ്റെയും രജിത്തേട്ടൻ്റെയും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് മ്യൂറൽ പ്രിയയായിരുന്നു. പിന്നെ എന്നെ ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, ഇങ്ങനൊന്നും അല്ല കേട്ടോ ഫോട്ടോഷൂട്ടിൽ ഞാനിരിക്കുന്നത്. എന്നെ അത്രയും കഷ്ടപ്പെട്ട് ആ പരുവത്തിലാക്കിയതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, മിസ് ഡാലി ആൻഡ് മിസ് വിഷ. താങ്ക് യു സോ മച്ച്. പിന്നെ കെവിൻ, ദ DOP ടീം, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിനെ പറ്റി പറഞ്ഞു. സാധാരണ ഇപ്പം ഞാൻ പല ഫോട്ടോഗ്രാഫേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ ആക്ച്വലി നമ്മളെ അങ്ങ് ലീവ് ചെയ്യും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, നമുക്കൊരു സ്പേസ് തരും, അവരങ്ങനെ ചെയ്യും. നമ്മളെ ലീവ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള പോസസൊക്കെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള റീൽസ് ചെയ്യാം, നമുക്ക് ഇഷ്ടപോലെ നടക്കാം. രഘുചേട്ടൻ അങ്ങനെയല്ല, എല്ലാത്തിനും മൈന്യൂട്ട് കാൽക്കുലേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു ഫിലിം ഡയറക്ടറിന് നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കണം. അവർ നമ്മളെ ക്യാരക്ടറാക്കും. അങ്ങനെയാണ് രഘുചേട്ടൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്ച്വലി 2 ടൈപ്പ് ഓഫ് ഫോട്ടോഷൂട്ട് ചെയ്തു. വൺ ഇസ് ലൈക്ക് ഒരു ചേട്ടൻ ഒരു കുഞ്ഞനിയത്തിയെ അവളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന. അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോയിൽ എങ്ങനെ ഞാനിത് ഫലിപ്പിക്കും. പക്ഷേ അവിടെയാണ് രഘുചേട്ടൻ്റെ കഴിവ്. ബിക്കോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഒരു ഐഡലിനെ പോലെ അല്ലെങ്കിൽ സ്റ്റാച്ചുവിനെ പോലെ നിന്നതേ ഉള്ളൂ. അദ്ദേഹം ലുക്ക് അങ്ങനെ ചെയ്യണം, സ്മൈൽ ഇങ്ങനെ ചെയ്യണം, ഹെയർ അങ്ങോട്ടിടണം. ഫൈനലി മാഗസീനിൽ വന്നപ്പോൾ ദൈവമേ ഇത് ഞാനാണോ? പിന്നെ ഇതിലും ടഫ് ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചെയ്തത്. ദ സാരി വാസ് സോ ബ്യൂട്ടിഫുൾ. വൺസ് അഗൈൻ താങ്ക്സ് ടു മ്യൂറൽ പ്രിയ, ഒരു ഗ്രീൻ സാരി ആയിരുന്നു. അവിടെ നിന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു, ബിച്ചുവിനൊരു ലവറുണ്ട്, ലവറാണ് ക്യാമറ. രജിത്തേട്ടൻ എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന് മനസ്സിലായിട്ട് ബിച്ചുവിനെ ലവറിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഓർത്തു അയ്യോ ഇത് ഞാൻ എങ്ങനെ ഫലിപ്പിക്കും? ഫിലിമിലാണെങ്കിൽ ഓക്കെ, വി ഹാവ് മൂമെൻറ്റ്സ്, വി ഹാവ് ഡയലോഗ്സ്. ഇത് ഞാൻ എങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിൽ ചെയ്യും? ഫൈനലി നിങ്ങൾ ഫോട്ടോസ് കണ്ടു കാണുമല്ലോ അല്ലേ? ദാറ്റ് ഈസ് അവർ ഈക്കൂച്ച് രഘുചേട്ടൻ. ആൻഡ് താങ്ക് യു സോ മച്ച് രഘുചേട്ട. പിന്നെ രജിത്തേട്ടൻ ഓൾസോ വാസ് വെരി സിമ്പിൾ. എന്ന് അത്രയും ഒരു ബിഗ് ബോസ് ഫെയിം, ഒരു ബിഗ് ബോസ് താരം, അങ്ങനത്തെ യാതൊരു ജാടകളൊന്നും ഇല്ലാതെ എൻ്റെ നന്നായി ആക്ച്വലി ഞാനുമായിട്ടൊന്ന് ജെല്ല് ചെയ്ത് എന്നെ കംഫർട്ടബിളാക്കി. ആൻഡ് ഇറ്റ് വാസ് റിയലി എ പ്ലഷർ വർക്കിംഗ് വിത്ത് നമ്മുടെ ഇക്കൂച്ച് രഘുചേട്ടനും നമ്മുടെ ഡോക്ടർ രജിത് കുമാർ, ഞങ്ങളുടെ സ്വന്തം രജിത്തേട്ടൻ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് രഘുചേട്ടനായിട്ട് മംഗളത്തിലായിരുന്നു.
അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിലുള്ളൊരു ഹാർഡ് വർക്ക്. ഒരു മാഗസിൻ്റെ കവർ ഗേൾ ആവാൻ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്നൊന്നും സത്യം പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ചെറുപ്പം മുതൽ നമ്മൾ വനിത കാണുന്നു, മഹിളാരത്നം കാണുന്നു, അല്ലെങ്കിൽ മംഗളം കാണുന്നു, ഒരുപാട് നാന കാണുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളൊരു സ്ട്രെയിൻ രഘുചേട്ടൻ്റെ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കി. അയ്യോ ഇങ്ങനെയൊക്കെയാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു മാഗസീൻ മേടിച്ച് നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. പക്ഷെ അതിൻ്റെ ആ നോക്കിയിരിക്കുന്ന വലിയൊരു ടീമിൻ്റെ കഷ്ടപ്പാടാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അപ്പോൾ അന്നേ എന്നോട് പറഞ്ഞു നന്നായി കഷ്ടപ്പെടണം, ചിലപ്പം ഫസ്റ്റ് ചാൻസിലൊന്നും കവർ ഗേൾ ആവണമെന്നില്ല കേട്ടോ, വീണ്ടും ട്രൈ ചെയ്യണം. എന്തോ രഘുചേട്ടൻ്റെ ഫോട്ടോഗ്രാഫിയുടെയും എന്തോ ബ്ലെസ്സിങ് എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് മംഗളത്തിൻ്റെ കവർ ഗേൾ ആണുള്ളൊരു ഭാഗ്യം കിട്ടി. അത് ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പ്ലസ് എൻ്റെ ഫേസ്ബുക്ക് DP ബിച്ചു അനീഷ്, ഞാൻ എത്രയും വർഷമായിട്ട് 2 ഇയേഴ്സായി ഇതുവരെ ഞാൻ ആ DP മാറ്റിയിട്ടില്ല. പലരും ആ ഫോട്ടോസ് അയച്ചു നേരിട്ട് കാണുമ്പോൾ ചോദിക്കും ഇത് തന്നെയാണോ അത്. പിന്നെ ഇക്കൂസ് രഘുചേട്ടനെ എല്ലാവർക്കും അറിയാം. സോ എന്താ പറയുന്നത്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവിടെ പുള്ളി ഒരു ക്യാരക്ടറാക്കി എന്നെ. അതാണ് രഘുചേട്ടൻ. പിന്നെ രജിത്തേട്ടനെ പറ്റി പറയാനാണെങ്കിലും എങ്ങനെ ഫിലിമിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യണം, അതിൻ്റെ പിന്നിലുള്ള സ്ട്രെയിൻ, പിന്നെ അതിനെ നമ്മൾ എന്തായാലും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം, നമ്മളെങ്ങനെ സമർപ്പിക്കണം. ആ ചുരുങ്ങിയ സമയം കൊണ്ട് രജിത്തേട്ടൻ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു ക്യാരക്ടർ എങ്ങനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്യാരക്ടറിനോട് നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ കുറേയും കൂടെയൊക്കെ സീരിയസ് ആവണം, നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പഠിക്കണം, മാനേജർ കേപ്പബിലിറ്റി എല്ലാം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളല്ലേ. അപ്പം കുറേ നേരം അവരുടെയൊക്കെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. അത് ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കില്ല, അറിവിൻ്റെ ഒരു മഹാസാഗരം തന്നെയാണ്. പിന്നെ മേക്കപ്പ് ടീം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കേട്ടോ, അവരും ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് എന്നെ ആ ഒരു പരുവത്തിൽ, നിങ്ങൾക്ക് ആ മാഗസീൻ കാണുമ്പോൾ അറിയാം, ആ ഒരു പരുവത്തിലേക്ക് അവർക്കും നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. രഘുചേട്ടൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ മേക്കപ്പ് കാര്യത്തിൽ അവർ ഇങ്ങനെ ഇത് ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയുന്നു. പുള്ളി സ്കിൻ ടോണിനെ പറ്റി പറയും, ഐലാഷസ് ഇങ്ങനെ കൊടുക്കണം, ഐബ്രോസ് ഇങ്ങനെ കൊടുക്കണം, ലിപ്സ് ഇങ്ങനെ കൊടുക്കണം. ആൻഡ് ദേ വെർ ഓൾസോ സ്റ്റഡിങ്, അവർക്കും അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എൻ്റെ മൂവീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ആദ്യം ഒരു 2 ഷോർട്ട് ഫിലിംസ് ചെയ്തു. 3 ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഷോർട്ട് ഫിലിംസിൽ കൂടെയായിരുന്നു എൻ്റെ മൂവീസിലേക്കുള്ള എൻട്രി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോക്ടർ അനീസ് മുസ്തഫ, അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ്. അദ്ദേഹം മാതാ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. അപ്പം എന്നോട് പറഞ്ഞു നമുക്കൊരു ഷോർട്ട് ഫിലിം മാതാ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പം ഒരു NRI ഫാമിലി USA നിന്ന് വരികയാണ്. അതിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് വന്ന് ബിനോയ് വേളൂരാണ്. സോ ഫൈനലി ബിനോയ് ചേട്ടൻ, അതും ഞങ്ങളുടെ സ്വന്തം ബിനോയ് ചേട്ടനാണ്. ബിനോയ് ചേട്ടൻ്റെ ഡെബ്യൂ മൂവി മോസ്കോ കവലയിൽ എനിക്ക് നല്ലൊരു റോള്, നായകൻ്റെ മുറപ്പെണ്ണായിട്ട് എനിക്ക് വേഷം ലഭിച്ചു. അങ്ങനെയാണ് ഫിലിം എന്താണ്, അതുവരെ നമ്മൾ ഫിലിം എന്നൊക്കെ പറഞ്ഞാൽ സിനിമ ഡയറിയും നാനയൊക്കെ മാത്രമായിരുന്നു, അതിൽ കൂടുതലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്, മോസ്കോ കവലയിൽ. പിന്നെ ബസ് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മളൊരു ന്യൂ കമർ ആകുമ്പോൾ നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും, നമ്മളെ കംഫർട്ടബിൾ ആക്കി. പിന്നെ ബിനോയ് ചേട്ടനാണെങ്കിലും എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ എളിമയുടെ ഒരു ഹബ്ബാന്ന് പറയും, വെരി സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത്. അപ്പോൾ അവിടെ എൻ്റെ ഫാദറായിട്ട് വന്നതാണ് ശ്രീ സോമു മാത്യു, ഞങ്ങളുടെ സോമു ചേട്ടൻ. അപ്പോൾ സോമു ചേട്ടൻ ഈ പറഞ്ഞ ഞങ്ങൾ കമ്പനിയായി, ഞങ്ങൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത്. സോമു ചേട്ടൻ അപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല, സോമു ചേട്ടൻ്റെ ബ്രദറാണ് ഡയറക്ടർ ദ വെറ്ററൻ ശ്രീ ജോഷി മാത്യു. ആ നിമിഷം വരെ എന്നോട് മിണ്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ ശ്രീ ജോഷി മാത്യു അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് സിനിമ നൊമ്പരക്കൂടിൽ സോമു ചേട്ടൻ തന്നെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ മകളായിട്ട്. അങ്ങനെയാണ് ഞാൻ നൊമ്പരക്കൂടിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ നൊമ്പരക്കൂടിലെ എക്സ്പീരിയൻസ് പറഞ്ഞാലും എല്ലാം എനിക്ക് പറഞ്ഞ നൊമ്പരക്കൂട് സെറ്റ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഹോമായിരുന്നു. നല്ല ഫ്രണ്ട്ലി, ഞാൻ ഇത്തിരി ഹോം സിക്ക് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷേ ആ ഹോം സിക്നെസ് എല്ലാം മാറ്റി ജോഷി സാറും സോമു ചേട്ടൻ, ആ ഹോൾ ക്രൂ, നമുക്കൊരു ഷൂട്ടിംഗ് ആംബിയൻസ് ആണെന്നൊന്നും തോന്നിയില്ല, അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിരുന്നു. എന്നിട്ടും അവിടെ ഈ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങളും സിനിമാ കാര്യങ്ങളും ഷൂട്ട് എങ്ങനെ പോയെന്ന് പോലും അറിഞ്ഞില്ല. നൊമ്പരക്കൂട് എന്താണെന്നറിയത്തില്ല, അത് എവിടെ ചെന്നാലും ഒരു അവാർഡും കൊണ്ടേ വരത്തുള്ളൂ, എവിടെ ചെന്നാലും സിഗ്നേച്ചറായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അഫ്കോഴ്സ് നമ്മുടെ മോസ്കോ കവലയ്ക്കും 2 അവാർഡ് കിട്ടി കേട്ടോ. ബെസ്റ്റ് ലിറിക്സ് അവാർഡും കിട്ടി, ബെസ്റ്റ് ഡയറക്ടർ ക്രിട്ടിക്സ് അവാർഡും കിട്ടിയായിരുന്നു കേട്ടോ. ദെൻ നൊമ്പരക്കൂടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഈ കുറേ അവാർഡ്സൊക്കെ കിട്ടിയപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഓ മൈ ഗോഡ്, എത്രയും അവാർഡ്സ് കിട്ടിയ ഒരു മൂവിയുടെ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റില്ല. ഐ വാസ് സോ ഹാപ്പി. അന്ന് സത്യജിത് റേയിലെ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആർട്ടിസ്റ്റ് 3 അവാർഡ്സ് സത്യജിത് റേയിലെ അവർക്ക് കിട്ടി. അപ്പം അന്ന് ജോഷി സാർ എന്നോട് പറഞ്ഞു, ബിച്ചു ഇതൊരു പ്രസ്റ്റീജിയസ് അവാർഡാണ്. സോ ഐ വാസ് ഫീലിംഗ് സോ പ്രൗഡ്. മൈ ഗുഡ്നസ്, ഇത്രയും ഒരു അവാർഡൊക്കെ കിട്ടിയ മൂവിയുടെ ഒരു ഭാഗം, അതും സോമുച്ചേട്ടൻ്റെ മകളായിട്ട് തന്നെ എനിക്ക് കിട്ടി. ഐ വാസ് സോ ഹാപ്പി. സോമുച്ചേട്ടനും അതിലെ നായിക ഹർഷിത കുട്ടിയും മത്സരിച്ചിരുന്നു കേട്ടോ, അവാർഡ് മേടിച്ചുകൊണ്ടിരുന്നത് ജോഷി സാറും.
സോ അങ്ങനെ വന്നു. പിന്നെ എൻ്റെ നെക്സ്റ്റ് മൂവി കർത്താവേ ക്രിയ കർമ്മം, ഡയറക്റ്റഡ് ബൈ ശ്രീ അഭിലാഷ് എസ് ആൻഡ് ദ പ്രൊഡ്യൂസർ ഈസ് വില്ലേജ് ടോക്കീസ്. അതിലേക്ക് ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് നാൻസി. എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്തത് ആ ഫിലിമിലെ ഹീറോ തന്നെയാണ് സതീഷ് ഭാസ്കർ, ഞങ്ങളുടെ സ്വന്തം സതീഷ് ചേട്ടൻ. അപ്പം ഇത്തവണ ആ ഫിലിം ഇതുപോലെ 15ഓളം ഫെസ്റ്റിവലിനൊക്കെ വെച്ച് ഞങ്ങൾക്ക് 15ഓളം അവാർഡ്സ് കിട്ടി. പിന്നെ ഇനിയും സാർ അത് ഫെസ്റ്റിവലിന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫിലിമെന്ന് പറഞ്ഞ് ഹൈപ്പർ ലിങ്ക് ജോണറിൽ പെടുന്ന ഒരു ഫിലിമാണ്. അതിലെ ഒരു സ്റ്റോറിയിലെ ലീഡ് തന്നെയാണ് ഞാൻ. ഈ ക്യാരക്ടർ എന്നെ സജസ്റ്റ് ചെയ്തത് ഈ ഫിലിമിലെ ഹീറോ തന്നെയാണ് സതീഷ് ചേട്ടൻ. സോ താങ്ക് യു സോ മച്ച് സതീഷ് ചേട്ടൻ ആൻഡ് താങ്ക് യു അഭിലാഷ് സാർ. വൈ ബിക്കോസ് അഭിലാഷ് സാറും ഞാനും തമ്മിൽ കണ്ടിട്ടും ഇല്ല, സംസാരിച്ചിട്ടും ഇല്ല. ഷൂട്ടിൻ്റെ തലേ ദിവസം വൈകിട്ടാണ് എന്നെ കാണുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ സതീഷ് ചേട്ടൻ പറഞ്ഞിട്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് എന്നെ വിശ്വസിച്ച ക്യാരക്ടർ തന്നു. ആൻഡ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് ഇത്തവണ സത്യജിത്ത് റേയിലെ സ്പെഷ്യൽ ജൂറി മെൻഷൻ ആക്ട്രസ് അവാർഡ് കിട്ടി. ആൻഡ് ഐ എം സോ ഹാപ്പി, ഐ എം താങ്കിങ് ഗോഡ്. കാര്യം അന്ന് നൊമ്പരക്കൂടിന് സത്യജിത്ത് റേയിലെ ഒരു അവാർഡ് കിട്ടിയപ്പം അന്ന് ജോഷി സാർ എന്നോട് പറഞ്ഞു, പിച്ചു ഇതൊരു പ്രസ്റ്റീജിയസ് അവാർഡാണ്, 3-4 അവാർഡ്സ് കിട്ടി. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു എത്രയും അവാർഡ്സ് കിട്ടിയ ഒരു മൂവിയുടെ ഭാഗമാവാൻ എനിക്ക് പറ്റിയുള്ളൂ. പക്ഷേ സത്യത്തെ ഞാൻ വിചാരിച്ചില്ല നെക്സ്റ്റ് ഇയർ സത്യജിത്ത് റേയിലെ അവാർഡിൽ ഒരെണ്ണം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. മൊത്തം സത്യജിത്ത് റേ ജൂറി മെമ്പേഴ്സ്, ശ്രീ സജിൻ ലാൽ, ഹോൾ ക്രൂ എല്ലാവരുടെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മംഗളത്തിൻ്റെ കവർ ഗേളായി. പിന്നെ അതിൻ്റെ പുറകെ തന്നെ നാനയിൽ എൻ്റെ 2-3 പ്രാവശ്യം എൻ്റെ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. മഹിളാരത്നത്തിൽ എൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ പല ഫോട്ടോഷൂട്ട്സും ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ ആ ഫോട്ടോഗ്രാഫിയിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു ഇക്കൂസ് രഘുചേട്ടൻ്റെ. ഞാൻ ഒരു കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ടായിരുന്നു. ഒരു കഥയുണ്ട് അതിനകത്ത്. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ പുള്ളി ചെയ്ത വർക്ക്സിൻ്റെ ഓരോന്നെന്നാണ് വെച്ചു ഇതിന് ഇങ്ങനൊരു സ്റ്റോറിയുണ്ട്, ഇതെങ്ങനൊരു സ്റ്റോറി. അപ്പം ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ശരിയാ, കണ്ണുകളിലേക്കൊക്കെ നോക്കുമ്പം ഒരു ജീവനുണ്ട്. അതാണ് ഇക്കോച്ച് രഘുചേട്ടൻ്റെ ഫോട്ടോഷൂട്ട്. അപ്പം മറക്കരുത്, എൻ്റെ 2 ഫോട്ടോഷൂട്ട്സ് ഇപ്പോൾ റിലീസസ് കണ്ടു കാണും. അതിലൊന്നെന്ന് പറഞ്ഞ് ഞാനൊരു കാമുകയാണ് കേട്ടോ. ആ പച്ചസാരി കൊടുത്ത് ക്യാമറയാണ് എൻ്റെ കാമുകൻ. സോ അപ്പം രജിത്തേട്ടൻ എന്നുള്ള ഭർത്താവ് എന്നെ കാമുകനെ ഏൽപ്പിക്കുകയാണ്. സത്യമായിട്ടോ ഞാൻ വിചാരിച്ചത് ഞാൻ എങ്ങനെ ഫലിപ്പിക്കും, ബട്ട് ഐ ഡോണ്ട് നോ, സംഭവം ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ രഘുചേട്ടൻ ഇത് ഞാൻ തന്നെയാണോ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ എന്നെ, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആ ഫോട്ടോ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റേതൊരു ഏട്ടനും കുഞ്ഞനിയത്തിയും, ഇങ്ങനെ അനിയത്തി ഏട്ടൻ്റെ ആ ഒരു ഷോൾഡറിൽ നല്ല സെക്യൂറായിട്ടിരിക്കുന്നു. അവരൊരു ഫെസ്റ്റിവലിന് പോകുന്നു, കല്യാണത്തിന് ഏൽപ്പിക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ആറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മൾ അധികം സംസാരിക്കാനൊന്നും രഘുചേട്ടൻ അനുവദിക്കത്തില്ല. ബിച്ചു ക്യാരക്ടർ പോവും. തിങ്കിങ് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു ഫോട്ടോഷൂട്ട്? വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞാൻ ഇനിയും മുന്നോട്ട് നോക്കുന്നു. രഘുചേട്ടൻ ഒരു ഡയറക്ടറെ ഞാൻ നോക്കുന്നുണ്ട്. രഘുചേട്ടൻ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യട്ടെ. കൂടാതെ ഇനിയും അടുത്തൊരു ഫോട്ടോഷൂട്ട് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് ഹിം. താങ്ക് യു.